മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അന്ന് പറഞ്ഞത് ഇതൊരു ടെമ്പററി റിലീഫ് മാത്രമാണ്. നിങ്ങൾക്കൊരു ഫുള്ള് റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഇതിലെ ഒരു ബൈപ്പാസ് തന്നെ വേണം, അതല്ല പറ്റില്ല. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അതങ്ങനെ തന്നെ വരണം, അതിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല, അതങ്ങനെ തന്നെ വരേണ്ടതാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വർഷങ്ങളായി പെരിന്തൽമണ്ണയെ വലയ്ക്കുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതിക്കായി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനും മങ്കട MLA മഞ്ഞളാംകുഴിയലിക്കും മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ സ്വീകരണമൊരുക്കി. പെരിന്തൽമണ്ണ പട്ടണത്തിലെ വർഷങ്ങളായുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ള ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നതിനായി അഹോരാത്രം പരിശ്രമിച്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനും മങ്കട MLA മഞ്ഞളാംകുഴിയലിക്കും അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ സ്വീകരണവും ഒരുക്കി. ശ്രീ നജീബ് കാന്തപുരം MLA വേറിട്ട വികസന കാഴ്ചപ്പാടുകളും പുരോഗതിയുടെ പുതുവഴികളും പെരിന്തൽമണ്ണയ്ക്ക് സമ്മാനിച്ച ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസിനായി അഹോരാത്രം പരിശ്രമിക്കുന്ന പ്രിയങ്കരനായ നജീബ് സാഹിബിനെ ഏറെ ആദരപൂർവ്വം ഉപഹാരം സ്വീകരിക്കാനായി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നത് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമ ഷൗക്കത്ത്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അനിവാര്യമാണെന്ന് മഞ്ഞളാംകുഴിയലി MLA മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. 18 പ്രാവശ്യം ഗേറ്റ് അടക്കാന്ന് പറഞ്ഞെങ്കിൽ 5 മിനിറ്റ് അവിടെ ഓരോരോ പ്രാവശ്യം അത് ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്കായ എത്ര സമയമായി? 1 മണിക്കൂർ 2 മണിക്കൂറോളായി. ഈ 2 മണിക്കൂറിന് ഇപ്പോഴത്തെ ഒരു കാലത്ത് വണ്ടി വരുന്ന കണക്കൂട്ടാണ് എത്ര ഉണ്ട്, അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ആ പാലില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് പെരിന്തൽമണ്ണയില്ല. പാപ്പാക്കിങ് വ്യാപാരി വ്യവസായികളാണ് തുടങ്ങിയത്. ROB ഇന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പെരിന്തൽമണ്ണ ടൗണില്ലാതെ അവിടെ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ROB ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ ROBക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. കുറേ ആൾക്കാർ കേസിന് പോയി. ആ 1/4 സെന്റ് പോലും വിട്ടു തന്നില്ല. എത്ര പൈസ നമ്മൾ കോടതിയിലാണല്ലോ കെട്ടിവെച്ചത്, ഓർമ്മയില്ലേ? കോടതി കൊണ്ട് കെട്ടിവെച്ചിട്ട് നമ്മൾ ഒരു നിവൃത്തിൽ അതിൻ്റെ പിന്നാലെ ഉറപ്പിച്ച് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ROB അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാർ പുറത്തുനിന്ന്, ഞാൻ അമ്പല കമ്മിറ്റിനല്ലേ ഞാൻ പറയുന്നത്, അതിന് വെറുതെ 1-2 ആൾക്കാർ വന്നിട്ട് അത് അപ്പടിയാണ് ഇപ്പിടിയാണ് അമ്പലത്തിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ പോകാൻ പാടില്ല, പ്രശ്നങ്ങളുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അത് നീട്ടി വെക്കാൻ തുടങ്ങി. പക്ഷേ അതൊരു സംശയമില്ലാതെ നമ്മൾ ഭംഗിയായിട്ട് ഇവർ പൂർത്തീകരിച്ച സമയത്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അന്ന് പറഞ്ഞത് ഇതൊരു ടെമ്പററി റിലീഫ് മാത്രമാണ്. നിങ്ങൾക്കൊരു ഫുള്ള് റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഇതിലെ ഒരു ബൈപ്പാസ് തന്നെ വേണം, അതല്ല പറ്റില്ല. ആ ബൈപ്പാസിൻ്റെ ശ്രമം നമ്മൾ തുടങ്ങിയത് അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് മാറി വാക്കാക്കാരന്മാര്, പിന്നെ LDF ഗവൺമെൻറ്, അത് ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഗവൺമെൻറ്, അങ്ങനെ പറയാം. ഞാൻ ഇവിടെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, എല്ലാവരും ഒരേ രാഷ്ട്രീയക്കാർ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു ഗവൺമെൻറ് വന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി നമ്മളൊരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിന് 250 കോടി ഉറുപ്പിക വേണമെന്നാണ് 12 കൊല്ലം മുമ്പുള്ള എസ്റ്റിമേറ്റ്. ഓരാടംപാലത്ത് നിന്ന് നമ്മുടെ ഇവിടേക്ക് വരുന്നുണ്ട്, മാനത്തുമംഗലത്തേക്കുള്ള ബൈപ്പാസിന് 250 കോടി ഉറുപ്പിക വേണമെന്നാണ് അന്നത്തെ ഒരു കണക്കുണ്ടായിരുന്നത്. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും വർഷങ്ങളായുള്ള പോരാട്ടത്തിന്റെ ഫലമാണെന്നും പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് ഇതല്ലാതെ മറ്റൊരു ശാശ്വത പരിഹാരമില്ലെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നിങ്ങളുടെ ഒരു പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 മാസത്തിനിടയിൽ തന്നെ ഈ ഫണ്ട് ഇവിടെ നിർവഹിക്കാനും അത് വെക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് മത്സരിക്കാൻ വരുമ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് തന്നെയായിരുന്നു.
അതിന് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല, അത് തന്നെയാണ് ആൾട്ടർനേറ്റീവ്. ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അതങ്ങനെ തന്നെ വരണം, അതിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല, അതങ്ങനെ തന്നെ വരേണ്ടതാണ്. അത് വരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് വന്ന അന്ന് മുതൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായി നേരിട്ട് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് പെരിന്തൽമണ്ണയിലേക്ക് ആ 10 കോടി കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അതിന് പിന്നിൽ കഠിനാധ്വാനവും പരിശ്രമവും. പിന്നെ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഒരുപാട് കാലമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഫയൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല, വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഫയലാണ്. ആ ഫയൽ കഴിഞ്ഞ 5 വർഷവും ഞാൻ പിന്തുടരുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 13 ലക്ഷം രൂപ ഗവൺമെൻറ് റെയിൽവേയിലേക്ക് അടച്ച് ആരോപിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പെർമിഷൻ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് PWDയുടെ നിരവധിയായിട്ടുള്ള ഫയലുകൾ നടന്നു. പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസോ ഉദ്ഘാടനം നിർവഹിച്ചു. 10 കോടി രൂപയാണ് UDF വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ബഹുമാനപ്പെട്ട മഞ്ഞളാകുഴി അലി സാഹിബും നജീബ് കാന്തറും കൂടി ആ വാതിലുകൾ തുറക്കുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വികസന കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ 2 MLA-മാരോടും ബഹുമാനപ്പെട്ട മഞ്ഞളാകുഴി അലി സാഹിബിനോട് പറയാനുള്ളത്, പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ 2-3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു സമരം നടത്തിയിരുന്നു. അതിലൊന്ന് ഏഴുകണ്ണി പാലത്തിന്റെ ഒരു അണ്ടർപാസ് ആയിരുന്നു. ബഹുമാനപ്പെട്ട കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കാലത്ത് ഏകദേശം 50 ലക്ഷം, ഇപ്പൊ ഈ അവസാന കാലത്തിൽ 3 കോടി, 3.5 കോടി അദ്ദേഹം അതിന് നീക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പുതിയ മേൽപ്പാലം എലിവേറ്റഡ് രൂപത്തിലായി വരുമ്പോൾ സാധാരണക്കാരായ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ആ ഏഴുകണ്ണി പാലത്തിന്റെ അടിപ്പാതയിലുള്ള അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കണമെന്നും, അതുപോലെ തന്നെ റെയിൽവേയിലെ FCI റോഡ് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ്, അതിന്റെ കാര്യം കൂടി ബഹുമാനപ്പെട്ട അലി സാഹിബ് MLA ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നഗരസഭ വൈസ് ചെയർമാനും നമ്മളെ പ്രിയങ്കരനായ MLA നജീബ് കാന്തറും വളരെ ദീർഘവീക്ഷണത്തോട് നമ്മുടെ ടൗണിലെ ഗതാഗത കുരുക്കിന്, പ്രത്യേകിച്ചും ഒട്ടനവധി ചെറു റോഡുകൾ വീതി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഈ ജംഗ്ഷനിൽ തിരക്കുകൾ കുറക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവത്തോടു കൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് വ്യാപാർ. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിന്റെ ഫൗണ്ടേഷൻ ചെയ്ത് ബിൽഡിംഗ് തുടങ്ങിയത് 2 നില കഴിഞ്ഞപ്പോഴത്തേന് കാശ് കിട്ടേണ്ടതൊക്കെ കിട്ടി. ദുബായിലായിരുന്നു പരസ്യം. അതിന്റെ പരസ്യം കണ്ട് ഞങ്ങളെ കാശിൻ്റെ കടം വാങ്ങിയിട്ട് കുട്ടികളെ പണം പണയം വെച്ചിട്ട് കൊടുത്തിട്ട് വാങ്ങിയതാണ്. അതവിടെ മുഴുവനാക്കിയില്ല. സെൻട്രലും ഓപ്പൺ ഏരിയയാണ്, കസ്റ്റമേഴ്സ് നടക്കേണ്ട ഏരിയയാണ്, അത് ഓപ്പണാണ്, കഴിഞ്ഞിട്ടില്ല. ടൈൽസ് സ്ലാബ് ഇട്ടിട്ടില്ല. ഷീറ്റ് നമ്മൾ കയറിട്ട് കെട്ടിക്കുക. ഷീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ വാടക കൊടുത്തതിന് വാടകക്കാരുടെ അടിയിട്ടിട്ടുണ്ടാവും. അതാണ് സ്ഥിതി. അപ്പോൾ ആ നിലക്ക് അതിന് ഷീറ്റ് ഇട്ടിട്ട് ആ വെള്ളം അങ്ങോട്ട് വീണിട്ട് ആ വെള്ളം മുക്കി കോരുകയാണ് പറ്റുക. രാവിലെ വന്ന ഒരു കച്ചവടമല്ല രാവിലത്തെ പണി. ഈ വെള്ളം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഇതല്ലാത്തൊരു സംഭവമാണോ ഇവിടെ അവതരിപ്പിക്കുന്നു പറയുന്നു, സ്വയം ഒന്ന് മനസ്സിലാക്കട്ടെ. അതാണ് വേണ്ടത്. കാരണം ഇതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ അതിന് ചൂണ്ടിക്കാണിച്ച് അതിന് വേണ്ട പരിഹാരം കണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഞ്ഞളാംകുഴി അലി സാഹിബ്, അതുപോലെ തന്നെ നജീബ് കാന്തപുരം MLA, അതൊന്നും കൂടാത്തൊരു ശക്തിയുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് സാദിഖലി തങ്ങൾ വന്നിരുന്നു. ഞാനുണ്ടായിരുന്ന ഉദ്ഘാടന സമയത്ത്. തുടർന്ന്
നടന്ന ചടങ്ങിൽ വ്യാപാരികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിലും മറ്റ് ഉന്നത പഠന മേഖലകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. കൂടാതെ മലബാർ സൗഹൃദവേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം നേടിയ മണികണ്ഠൻ കുളത്തൂരിനെ ആദരിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, നഗരസഭ വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൌക്കത്ത്, അൽഷിഫ MD ഉണ്ണീൻ, അഡ്വക്കേറ്റ് C മുഹമ്മദ് അലി, അബ്ദുൽ കരീം, ഡോക്ടർ നിലാർ മുഹമ്മദ്, കുറ്റീരി മാനുപ്പ, മുഹമ്മദ് അലി, CP മുഹമ്മദ് ഇഖ്ബാൽ, ലത്തീഫ് ടാലന്റ്, യൂസഫ് രാമപുരം, ലിയാഖത്ത് അലി ഖാൻ, KP ഉമർ, PP സൈദലവി, വാരിർ എസ്താസ്, ഗഫൂർ വള്ളൂരാൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഉമർ ഷെരീഫ്, റഷീദ് ഇലക്ട്രോ, ജമീല ഇസുദ്ദീൻ, കാജ മുഹ്യുദ്ദീൻ, ഇബ്രാഹിം കാരേൽ, മനോജ് മേലാറ്റൂർ, ജബ്ബാർ അങ്ങടിപ്പുറം, അസൈനാർ കരിങ്കലത്താണെ, റഷീദ ഡാലിയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പെരിന്തൽമണ്ണയുടെ വികസനത്തിന് നിർണായകമെന്ന് വിലയിരുത്തപ്പെടുന്ന ഓരാണം പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും നാട്ടുകാരും. പദ്ധതിക്ക് എല്ലാ പിന്തുണയും തുടർന്നും നൽകുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വവും വ്യക്തമാക്കി. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.